ഇവിടുത്തെ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കണ്ടപാടെ നമുക്ക് മനസ്സിലാവില്ല. അത് ബഹളത്തെ പതിയെ മായ്ച്ചു കളയുന്ന ഒരു തരം നിശബ്ദതയാണ്. അവസാനം നമ്മൾ ശബ്ദം എന്തായിരുന്നു വരെ നമ്മൾ അത് മറന്നു പോകും. ഒരു ത്രില്ല് അല്ലെങ്കിൽ ഒരു ഒച്ചയും ബഹളവും അങ്ങനത്തെ ഒരു ടൈപ്പാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് വന്നു വരുന്നെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. കാരണം കടലിൽ അതെന്നൊരു ശാന്തിയോടെ ഇങ്ങനെ നിൽക്കുന്നൊരു ഇതാണ്. ഇതൊരു ട്രാവൽ വ്ലോഗല്ല. ഞാൻ നഗരങ്ങളോ കാഴ്ചകളോ ഒന്നും കാണിക്കാൻ പോകുന്നില്ല. ഇതേത് രാജ്യമാണെന്നോലും ഞാൻ പറയണില്ല. കാരണം സത്യം പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാ സ്ഥലങ്ങളും ഒരേപോലെയാണ്. ഈ ഷിപ്പിൻ്റെ ഷിപ്പ്, വെള്ളം, ആകാശം, അതായത് കടൽ, ആകാശം, ഇതെല്ലാം ഒരേപോലെ തന്നെ തോന്നുന്നു. മാറ്റം തന്നെ സ്ഥലത്തിനറിവില്ല, നമുക്കറിയില്ല ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ. കാര്യം നോക്കുമ്പോൾ നമുക്ക് ഒന്നും കപ്പൽ ജീവിതം നല്ലൊരു അടിപൊളി നല്ലൊരു ഇതാണെന്ന് തോന്നും. ഫോട്ടോ കാണുമ്പോൾ ആൾക്കാരുകൾ ഓർക്കും നല്ലൊരു ഫ്രീഡം ലൈഫാണ്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. നല്ല കാറ്റും കൊണ്ട് ആ ഒരു ലൈഫ് അത് അടിപൊളിയാണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ അത് തെറ്റാണ് ഞാൻ പറയണില്ല. പക്ഷെ അത് മുഴുവനായിട്ടൊരു ശരിയല്ല. കാരണം ഫ്രീഡത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട്. കടലിൽ ആ വില ഡിസ്റ്റൻസാണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വീട്ടുകാരെ വിട്ടിങ്ങനെ നീണ്ടിങ്ങനെ ആ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നത് വലിയ കാര്യമായിട്ടും തോന്നാത്ത ചെറിയ കാര്യങ്ങളും നമുക്കൊരകലം തോന്നും. പെട്ടെന്നൊരു ഔട്ടിങ്ങിന് പോകാൻ വെച്ച് കഴിഞ്ഞാൽ പറ്റൂല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വരാടാന്ന് പറഞ്ഞിട്ട് നമ്മൊരു വാക്ക് കൊടുത്തിട്ട് അത് അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയില്ലേ. നമ്മളിവിടെ ഡ്രാമാറ്റിക്കലി ആരെയും നമ്മൾ മിസ് ചെയ്യണില്ല. പക്ഷെ അതൊരു സൈലൻറ്റ് പ്രോസസ്സാണ്. അത് നമ്മളിപ്പോൾ മുഖം കഴിയുമ്പോഴും അല്ലെങ്കിൽ മൊബൈലിൽ അങ്ങനെ നോട്ടിഫിക്കേഷൻ വരാനൊന്നുമില്ല. നെറ്റ്വർക്ക് പോലും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. വെറുതെ ഇങ്ങനെ ഫുള്ളായിട്ട് നോക്കിയിരിക്കുമ്പോൾ തോന്നുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, ഒരു ഫീലിംഗ്. ഇവിടെയൊക്കെ നല്ല ഫുഡൊക്കെ ആയിരിക്കും കിട്ടണത്. പക്ഷേ അത് നമ്മുടെ വീടിൻ്റെ അത്ര ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല നമുക്ക്. അതാണ് ഒരു പച്ചായിട്ടുള്ള സത്യം. കടലിൽ ടൈം നമ്മളൊരിക്കലും നമ്മളിങ്ങനെ നിർബന്ധിക്കൂല. അതിങ്ങനെ നീണ്ടിങ്ങനെ കിടക്കും. പകലിന് ദൈർഘ്യം കൂടുതലാണ്, രാത്രിക്ക് കട്ടി. ചിലപ്പോൾ ഏതാ ദിവസം പോലും നമ്മൾ മറന്നു. അപ്പം അതിൽ നമ്മളത് കാര്യമാക്കാതെ. കാരണം എല്ലാ ദിവസവും ഒരേപോലെ ആകുമ്പോൾ കലണ്ടറിന് വലിയ പ്രസക്തിയിലല്ല. നിശബ്ദതയുടെ ഒരു ശീലമാണ്. ആദ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പിന്നെ നമ്മൾ പാട്ടും പോളൊക്കെ വെച്ചത് മാറ്റാൻ നോക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഈ നിശബ്ദതയുടെ പണികളാണ്. വർഷങ്ങളായി നമ്മളിന്ന് ഒളിച്ചോടുന്ന പല ചിന്തകളും തിരിച്ചു വരും. നമ്മളിങ്ങനെ തന്നെ പഠിക്കാൻ തുടങ്ങും, വേറൊരു വഴിയില്ലാത്തതുകൊണ്ടിട്ട്. ഇവിടെ അങ്ങനെ ആരും ക്ഷമയും അച്ചടക്കവും ഒന്നും പഠിപ്പിച്ചു തരില്ല. നമ്മൾ പഠിച്ച് പോകാനാണ്. നന്നാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഈ സാഹചര്യം അതുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നിർത്തും, അവരെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് നമ്മൾ പതിയെ നമ്മളോട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ തോന്നും. കടലിലേക്ക് വരുന്ന എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട്. ചിലർക്ക് പണം, ചിലർക്ക് കരയിൽ നിന്ന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്നുള്ള ഒളിച്ചോട്ടം, ചിലർക്ക് കാത്തിരിക്കുന്നവരോട് ഉത്തരവാദിത്തം. ബഹളം തീരുമ്പോൾ ഈ സത്യങ്ങളെല്ലാം ഉച്ചത്തേക്ക് കേൾക്കാൻ തുടങ്ങും. ഈ ചാനലിൽ ഹൈലൈറ്റുകളില്ല, ഇടയ്ക്കുള്ള ചില നിമിഷങ്ങൾ മാത്രം. ശാന്തമായ ദിവസങ്ങൾ, നീണ്ട രാത്രി, ക്യാപ്ഷനിൽ ഒതുങ്ങാത്ത ചിന്തകൾ. ഇതൊരു കഥ പറയലല്ല, ഇതൊരു ഡയറി എഴുത്താണ്. ഈ ചാനലിൻ്റെ പേരാണ് ഡയറീസ് ഓഫ് പോപ്പായ്. ആൻഡ് ഐ ആം യുവർ പോപ്പായ്, യു ക്യാൻ കോൾ മീ പോപ്പായ്. ഇതാണ് എൻ്റെ ഡയറിയുടെ ആദ്യത്തെ പേജ്. സോ ഇഷ്ടപ്പെട്ടാൽ കൂടുക. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇടാനായിട്ട് ട്രൈ ചെയ്യാം. I'll try my best. So the first page of my diary, Diaries of Popeye. See you.